AI ക്യാമറയിൽ കുടുങ്ങി പള്ളുരുത്തി കടൈഭാഗം സ്വദേശി റോണി സോളമൻ. ഹെൽമെറ്റ് വെക്കാത്തതിനാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കിയത്. തുടർന്ന് വിശദവിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് വണ്ടിയും ഫോട്ടോയും തന്റേതല്ലെന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞത്. AI ക്യാമറയുടെ അനാസ്ഥ മൂലം കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ ആലുവയിലും സ്കൂൾ വാൻ ഡ്രൈവർക്ക് പിഴയടക്കേണ്ടി വന്നിരുന്നു. ഇത്തരത്തിൽ AI ക്യാമറയുടെ പ്രവർത്തനങ്ങൾ കൃത്യതയില്ലാത്തത് സാധാരണക്കാരായ ജനങ്ങളെയാണ് വലിക്കുന്നത്. 9-ാം തീയതി എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു 12 മണിക്ക് വാഹനം എന്നുള്ള ഒരു സൈറ്റിൽ നിന്ന്. അപ്പോൾ ഒരു 500 രൂപ ഫൈനെന്നും പറഞ്ഞാണ് വന്നത്. അപ്പോൾ അതിന് ഞാൻ അടക്കുകയും അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ നോക്കിയപ്പോഴാണ് എൻ്റെ വണ്ടിയല്ലെന്നും അത് വേറൊരു വണ്ടി ആണെന്നും ഞാൻ അറിയുകയും ചെയ്തു. പള്ളുരുത്തി കടൈഭാഗം സ്വദേശി റോണി സോളമനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അനാസ്ഥയ്ക്ക് ഇരയായത്. ഹെൽമെറ്റ് ഇല്ലാത്തതിനാണ് അദ്ദേഹത്തിന് 500 രൂപ പിഴയടക്കേണ്ടി വന്നതും. ഇതേ തുടർന്ന് വിശദവിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മറ്റൊരാളുടെ നിയമലംഘനത്തിന്റെ പേരിൽ തനിക്ക് പിഴയടക്കേണ്ടി വന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. താൻ പിഴയടച്ച തുക തിരികെ ലഭിക്കണമെന്നും തന്റെ നമ്പറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം RTOക്ക് പരാതി നൽകി. ഞാൻ പിറ്റേ ദിവസം അതിൽ RTOയിൽ ചെന്നിട്ട് അതിനെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ഫൈൻ വന്നിട്ടുണ്ടെന്നുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇത് ഫൈൻ അടച്ചില്ലെങ്കിൽ പിന്നെ ഇനി ഇത് അടച്ചില്ലെങ്കിൽ അത് ഇൻഷുറൻസിലും ബാധിക്കും, റിന്യൂ ചെയ്യാനൊക്കെ. അപ്പോൾ അത് സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ. സമാന രീതിയിൽ ആലുവയിലും സ്കൂൾ വാൻ ഡ്രൈവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ അനാസ്ഥ മൂലം പിഴയടക്കേണ്ടി വന്നിരുന്നു. ഇത്തരത്തിൽ AI ക്യാമറയുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യതയില്ലാത്തത് തന്നെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങളെയാണ് ബുദ്ധിമുട്ടിലാഴ്ത്തുന്നതെന്ന് റോണി Metro7 ന്യൂസിനോട്. അപ്പോൾ ഇനിയൊരു ഇതുപോലൊരു അവസ്ഥ ഇനി സർക്കാരിൽ നിന്നും വാഹന വകുപ്പിൽ നിന്നും ഉണ്ടാകരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.